Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ചാപ്റ്റർ നമ്പർ 7ലെ അവസാനത്തെ ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫോമേഴ്സ്. ഹൈസ്കൂൾസിൽ ഓൾറെഡി ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചൊരു കാര്യമാണ്. വാട്ട് ഇസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് വാട്ട് ഇസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സിന്റെ ഡിഫറൻസ് ആൻഡ് ഓൾസോ എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ട രണ്ട് ടോപ്പിക്കാണ് എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമേഴ്സും ആൻഡ് ഓൾസോ ന്യൂമറിക്കൽസ്. പ്രൈമറി ടേൺസ്, സെക്കൻഡറി ടേൺസ്, പ്രൈമറി വോൾട്ടേജ്, പ്രൈമറി കറണ്ട്, സെക്കൻഡറി കറണ്ട് ബേസ്ഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്, ഈ ഒരു കണ്ടന്റിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്തുകൊണ്ടാണ് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഇത്രയും അതിൽ റീച്ച് കിട്ടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എ സി വോൾട്ടേജിന്റെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലാർജ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ആണ്. ഒരുപാട് ദൂരം എ സിക്ക് എനർജി ലോസ് ഇല്ല ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതിന് ബേസിക് റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. നോർമലി കറണ്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ലാർജ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കറണ്ട് കുറവാണ്, അപ്പോൾ ഹീറ്റ് ലോസ് കുറയും. അപ്പോൾ ഒരുപാട് ദൂരം കറണ്ടിന് എന്ത് ചെയ്യാൻ കഴിയും, സഞ്ചരിക്കാൻ കഴിയും, എനർജി ലോസ് കുറച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു ബേസിക് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ലാർജ് ഡിസ്റ്റൻസ് എ സിയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡി സി ഓവർ എ സിക്ക് ഈ അഡ്വാൻറ്റേജസ് പറ്റുന്നതിന് ബേസിക് റീസൺ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ആണ്. നോർമലി ഡി സി നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ കഴിയില്ല, ട്രാൻസ്ഫോമേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Transformers are used to change a alternating voltage from one to another of greater or smaller value by using the principle of mutual inductions. അപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇതിന്റെ ബേസിക് വൺ. സോ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രോപ്പർട്ടിയിലാണ് ട്രാൻസ്ഫോമേഴ്സ്, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിളാണ് ട്രാൻസ്ഫോമേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. വോൾട്ടേജ് കൂട്ടാനും വോൾട്ടേജ് കുറയ്ക്കാനും നമുക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ച് എന്ത് ചെയ്യും കഴിയും. A transformer consisting of two sets of coils called primary and secondary, insulated from each other and wound on a soft iron core. അപ്പോൾ പ്രൈമറി സെക്കൻഡറി കോയിൽസ് ഉണ്ട്. രണ്ട് കോയിൽസും ഇൻസുലേറ്റഡ് വയേഴ്സ് ആണ്, രണ്ടും നമ്മൾ കോൺടാക്ട് ഉണ്ടാവില്ല. പക്ഷെ ഒരേ സോഫ്റ്റ് അയൺ കോറിൽ രണ്ടും ഒരുമിച്ച് വൈൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ റീസൺസ് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യും. സോഫ്റ്റ് അയൺ ഉപയോഗിക്കാൻ കാരണം ഹിസ്റ്റീരിയസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുന്നത്. So this is transformers. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം വി പി, എൻ പി, എൻ എസ്, വി എസ്, ഐ എസ്, ഐ പി. സോ പി ഫോർ പ്രൈമറി ആൻഡ് എസ് ഫോർ സെക്കൻഡറി, വി ഫോർ വോൾട്ടേജ്, എൻ ഫോർ number of turns and I for current. So VP means voltage across primary, NP means number of turns of primary, and IP means current through primary. NS means secondary turns, VS means secondary voltage, and IS means സെക്കൻഡറി കറണ്ട്. അപ്പോൾ ഈ റിലേഷനാണ് ന്യൂമറിക്കൽസ് നമുക്ക് അറിയേണ്ടത്. ചിലപ്പോൾ വി പിയും എൻ പി ഒക്കെ തന്ന് എൻ എസ് ഒക്കെ ചോദിക്കുമ്പോൾ ആ റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണെന്നാണ്. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി കോയിൽ VS is equal to EMF is equal to minus NS d phi by dt. നോർമലി ഒരു എ സി വോൾട്ടേജ് നമ്മൾ പ്രൈമറി കോയിലിൽ കൊടുക്കുമ്പോൾ അത് പ്രൈമറി കോയിലിൽ ഫ്ലോ ചെയ്യുമ്പോൾ എ സി ആണ്, വേരിയിങ് കറണ്ട് ആണ്. അപ്പോൾ വേരിയിങ് കറണ്ട് ആകുമ്പോൾ ഒരു വെരി മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റ് ചെയ്യും. അവിടെ ആ ഫ്ലക്സ് എന്ത് ചെയ്യും, സെക്കൻഡറിയിലേക്ക് അസോസിയേറ്റ് ചെയ്ത് സെക്കൻഡറിയിൽ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യിപ്പിക്കും. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ട് മ്യൂച്വൽ ഇൻഡക്ടൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് മൈനസ് NS d phi by dt ആണ്. നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് വൺ ടേൺ ആണ്. സെക്കൻഡറിയിൽ ഒരുപാട് ടേൺസ് ഉണ്ട്. N മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. സോ EMF S or VS is equal to minus NS d phi by dt. ഇതുപോലെ നമുക്ക് പ്രൈമറിയിലും കാണാൻ പറ്റും. ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ പ്രൈമറി കോയിൽ VP is equal to EMF P is equal to minus NP d phi by dt. So NP means number of turns on the primary coil. Here we assume that the flux linked with one coil is completely associated with another two. നോർമലി പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് മൊത്തം സെക്കൻഡറിയിലേക്ക് അസോസിയേറ്റ് ചെയ്യും നമ്മൾ വിചാരിക്കും. പക്ഷെ നോർമലി അങ്ങനെ ഉണ്ടാവുന്നില്ല. ശരിക്കും നമ്മൾ പ്രൈമറി സെക്കൻഡറി സെപ്പറേറ്റ് ചെയ്തിട്ട് വൈൻഡ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ലീക്കേജ് ഒരുപാട് കൂടും. അപ്പോൾ ആ ഒരു കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുന്നേ കാണിച്ച ട്രാൻസ്ഫോമറിൽ പ്രൈമറി സെക്കൻഡറിയും ഒരുമിച്ചാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഫ്ലക്സ് ലീക്കേജ് കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് there is no flux leakage. പ്രൈമറിയിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഫ്ലക്സ് സെക്കൻഡറിയിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നു വിചാരിക്കുകയാണെങ്കിൽ dividing the equation number 1 divided by 2, we will get VS by VP equal to NS by
എൻ പി. അപ്പോൾ 5s5p എന്ന് കൊടുക്കുന്നില്ല, കാരണം ആക്ച്വലി 5s5p കൊടുക്കണം. കാരണം പ്രൈമറിൽ ഉണ്ടാവുന്ന കംപ്ലീറ്റ് ഫ്ലക്സ് നമുക്ക് സെക്കൻഡറിയിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നില്ല, ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാവും. പക്ഷേ നമ്മൾ അസംഷൻ എടുക്കുകയാണ് പ്രൈമറിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് കംപ്ലീറ്റ്ലി സെക്കൻഡറിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 5 d5/dt ക്യാൻസൽ ആയി പോവും, ആൻഡ് മൈനസ് മൈനസ് ക്യാൻസൽ. സോ ഇക്വേഷൻ ബിക്കം vs/vp equal to ns/np. If the transformer is assumed to be 100% efficiency, no energy losses. The power input is equal to the power output. Maximum power transfer theory പ്രകാരം നമുക്കറിയാം ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ആണെങ്കിൽ ദറ്റ് ഈസ് IPVP ഈക്വൽ ടു ISVS. ദറ്റ് മീൻസ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി. 100% എഫിഷ്യൻസി ആണെങ്കിൽ ഇൻപുട്ട് പവർ ഔട്ട്പുട്ട് പവറിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് IPVP is equal to VSIS. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കറിയാം VS/VP equal to IP/IS. സോ ഓൾറെഡി നമുക്കൊരു ഇക്വേഷൻ കിട്ടിയത് ഇതിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും VS/VP equal to NS/NP equal to IP/IS. ഇവിടെ ശ്രദ്ധിക്കണം കാര്യം, ഐ നേരെ തിരിച്ചാണ്, ബാക്കി എസ് മേലെ ഐ തിരിച്ചു വരും. അത് എപ്പോഴും തെറ്റെന്ന് കണ്ടിട്ട് അത് ശ്രദ്ധിക്കുക. കാരണം VS/VP equal to NS/NP equal to IP/IS. ദിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ ഓൺ 100% എഫിഷ്യൻസി ആണ്. ആ സമയത്താണ് ഇത് ഈ ഇക്വേഷൻസ് ഈ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ഈസ് 75% എന്ന് പറയുമ്പോൾ 3/4 ഇൻറ്റു 1 അത് എഴുതണം. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് VS/VP equal to NS/NP equal to IP/IS. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. NS/NP is greater than 1, less than 1 ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ, അങ്ങനെയൊക്കെ ക്വസ്റ്റൻസ് എന്ത് ചെയ്യും നോർമലി വരും. അപ്പോൾ അടുത്തൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. കാരണം NS മീൻസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, VS മീൻസ് വോൾട്ടേജ് അക്രോസ് സെക്കൻഡറി, VP മീൻസ് വോൾട്ടേജ് അക്രോസ് primary, NP means number of turns of primary, and IP means number of current in primary, and IS means current in secondary. അപ്പോൾ അതിൽ ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം I മാത്രം തിരിച്ചു വരുന്നുണ്ട്, ബാക്കി VS/VP equal to NS/NP equal to IP/IS. If the secondary coil has a greater number of turns than the primary, that is NS is greater than NP, the voltage is step up, VS greater than VP. This type of arrangement is called a step-up transformers. However, in this arrangement, there is less current in the secondary than in the primary. That is 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 less than IP. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ ചോദിക്കും NS/NP is greater than 1 ആണെങ്കിൽ അത് എന്ത് ട്രാൻസ്ഫോമേഴ്സ് ആണ്. മനസ്സിലാവണം, NS/NP എന്ന് പറയുമ്പോൾ NS ഗ്രേറ്റർ ആണ്. അപ്പോൾ NS is greater than എന്ന് പറയുമ്പോൾ അവിടെ greater than 1 കിട്ടി നമുക്ക് മനസ്സിലായി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് മനസ്സിലായി. അതേപോലെ VS/VP is greater than 1, അത് ഏത് ട്രാൻസ്ഫോമറാണ് ചോദിക്കുക. അപ്പോൾ ഇറ്റ്സ് സ്റ്റെപ്പ് അപ്പ് എന്ന് മനസ്സിലാവണം. അതേപോലെ IS/IP ലെസ് ദാൻ 1 ചോദിച്ചാൽ, സോ IS/IP ലെസ് ദാൻ 1 എന്ന് ചോദിച്ചാൽ മനസ്സിലായി അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ധാരണ വേണം, സ്റ്റെപ്പ് അപ്പിൽ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിലാണ് കൂടുക, അതായത് വോൾട്ടേജ് സെക്കൻഡറിയിലാണ് കൂടുക. സ്റ്റെപ്പ് അപ്പ് പറയാൻ കാരണം ചെറിയ വോൾട്ടേജ് വലിയ വോൾട്ടേജ് ആക്കുന്നതാണ് സ്റ്റെപ്പ് അപ്പ് എന്ന് പറയാൻ കാരണം. പക്ഷെ കറണ്ട് നേരെ തിരിച്ചാ വരാം. ഇക്വേഷൻ നമ്മൾ നോക്കിയതാണ്. സോ IS പ്രൈമറിയിലെ കറണ്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സിൽ സെക്കൻഡറി ടേൺസ് കൂടുതലായിരിക്കും, സെക്കൻഡറി വോൾട്ടേജ് കൂടുതലായിരിക്കും, പ്രൈമറി കറണ്ട് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഈ ഒരു റേഷ്യോ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം മോസ്റ്റ്ലി വൺ വേർഡ് ക്വസ്റ്റൻസ് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യും, ചോദിക്കും. If the secondary coil has less turns than the primary, that is NS than NP, will have a step down transformers. In the case VS is less than VP and IS is greater than IP, then that is the voltage is stepped down or reduced and the current is increased. So this is step down transformers. കാരണം വോൾട്ടേജിനെ ഡൗൺ ചെയ്യാണ്. പ്രൈമറിയിലെ വോൾട്ടേജ് കൂടുതലാണ്, സെക്കൻഡറി നമുക്ക് കുറവാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ തിരിച്ചാ ക്വസ്റ്റ്യൻസ് വരാം. NS/NP is less than 1 ആണെങ്കിലാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ്. VS/VP less than 1, that is step down transformer. IS/IP is greater than 1, it is step down transformers. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സിൽ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലാണ്, സെക്കൻഡറി കറണ്ട് ആണ് കൂടുതൽ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ റേഷ്യോസും അതൊക്കെ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ കൂടുതൽ, സ്റ്റെപ്പ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറിയിൽ കൂടുതൽ. അപ്പോൾ പ്രൈമറിയിൽ കൂടുതൽ കറണ്ട് നേരെ റിവേഴ്സിംഗ് ആയിട്ട് വരിക, നമ്പർ ഓഫ് ടേൺസ് ആ രീതിയിൽ എന്താണ്, വോൾട്ടേജ് കൂടുതലാണ്, നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിലാണ് ആ റേഷ്യോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. This is അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ആൻഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സിൽ പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് കുറവാന്ന് പറഞ്ഞാൽ അതിൽ തിക്ക് വയേഴ്സാണ് ഉണ്ടാവുക, കുറച്ച് കനം കൂടിയ വയറാണ് ഉണ്ടാവുക. സെക്കൻഡറിയിൽ കനം കുറഞ്ഞ കൂടുതൽ ടേൺസ് ഉണ്ടാവും. സ്റ്റെപ്പ് ഡൗൺ ആകുമ്പോൾ നേരെ തിരിച്ചാൽ വരിക. പ്രൈമറിയിൽ വളരെ തിൻ ആയ കുറേ ടേൺസ് ഉണ്ടാവും, തിക്ക്
തിക്ക് സെക്കൻഡറി ടേൺസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വരയ്ക്കുമ്പോൾ നോർമലി നമ്മൾ ഈ ലാസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോണിക്സിലൊക്കെ ഈ ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് വരും. കാരണം ഇലക്ട്രോണിക് ഡിവൈസ് ഡയോഡ്സിലൊക്കെ നമുക്ക് AC ഡയറക്റ്റായിട്ട് കൊടുക്കും, അത് അടിച്ചു പോകും. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൽ കൊടുത്തിട്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലൊക്കെ വരയ്ക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മിക്ക കുട്ടികളും നമ്പർ ഓഫ് ടേൺസ് ഈക്വൽ ആയിട്ട് വരച്ചു പോകാറുണ്ട്. അത് ശരിക്കും അങ്ങനെയല്ല വരയ്ക്കേണ്ടത്. സ്റ്റെപ്പ് അപ്പ് വരയ്ക്കുമ്പോൾ പ്രൈമറിയിൽ ടേൺസ് കുറയ്ക്കണം. പക്ഷേ ആ ടേൺസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം തിക്ക് വയേഴ്സ് ആണ്, സെക്കൻഡറിയിൽ തിൻ വയേഴ്സ് ആണ്, നമ്പർ ഓഫ് ടേൺസ് കൂടണം. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആകുമ്പോൾ പ്രൈമറിയിൽ തിൻ വയേഴ്സ് ആണ്, നമ്പർ ഓഫ് ടേൺസ് കൂടണം. സെക്കൻഡറിയിൽ തിക്ക് വയേഴ്സ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഡ്രോയിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ്, എനർജി ലോസസ് ഇൻ എ ട്രാൻസ്ഫോമേഴ്സ്. മോസ്റ്റ്ലി നമുക്ക് ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫ്ലക്സ് ലീക്കേജ്. There is always some flux leakage in the transformers coils due to the poor design of the core or the air gaps in the core. It can be reduced by winding the primary and secondary coils one over the other. That means നമ്മൾ ഫസ്റ്റ് ഒരു ഫിഗർ കണ്ടു ട്രാൻസ്ഫോമേഴ്സിൽ. അവിടെ നമുക്ക് പ്രൈമറി സെക്കൻഡറി ഒരൊറ്റ ഒരുമിച്ച് വൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വൈകുമ്പോൾ, പക്ഷേ സെക്കൻഡ് നമ്മൾ കണ്ട ഫിഗർ നോക്കിയാൽ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ സ്പേസ് ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ പ്രൈമറിയിലെ ഫ്ലക്സ് കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡറിയിലേക്ക് അസോസിയേറ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് 100% എഫിഷ്യൻസിയിലേക്ക് വരില്ല. അപ്പോൾ ഈ ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത് എനർജി ലോസിന് ട്രാൻസ്ഫോമേഴ്സ് ആണ്. അത് റെക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈമറിയും സെക്കൻഡറിയും ഒരുമിച്ച് എന്ത് ചെയ്യുക, കോയിൽസ് എന്ത് ചെയ്യുക, ടേൺസ് ചുറ്റുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഫ്ലക്സ് ലീക്കേജ് കുറയ്ക്കാൻ കഴിയും. Second one, resistance of the windings. The wire used for the windings has some resistance, and so energy is lost due to the heat produced in the wire. I square R. In high current, low voltage windings, these are minimized by using thick wires. അപ്പോൾ നമുക്കറിയാം ഏരിയ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, അല്ലെങ്കിൽ ലോ റെസിസ്റ്റീവ് വൈൻഡിങ് ഷുഡ് ബി യൂസ്ഡ് എന്ന് പറയാം. ഇത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം കോപ്പറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോപ്പർ നോർമലി ഉപയോഗിക്കാൻ, കാരണം റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറവുള്ള മെറ്റീരിയലും ഏരിയ കൂടിയ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈൻഡിങ്സിന്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. വൈൻഡിങ്സ് റെസിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ലോസ് കുറയും. അപ്പോൾ ലോ റെസിസ്റ്റീവ് വൈൻഡിങ് ഷുഡ് ബി യൂസ് എന്ന് എഴുതിയാൽ അതിന് റെക്ടിഫിക്കേഷൻ ആയി കഴിഞ്ഞു. അതിൽ എല്ലാ രീതിയിലും ഏരിയ കൂട്ടാം, മെറ്റീരിയൽ മാറ്റി നമുക്ക് റെസിസ്റ്റൻസ് കുറയ്ക്കാം. കാരണം റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ച കാര്യമാണ്. And third one, eddy currents. The alternating magnetic flux induces eddy currents in the iron core and causes heating. The effect is reduced by having a laminated core. നമുക്കറിയാം എഡ്ഡി കറണ്ടിനെ കുറിച്ച് പഠിച്ചാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പോൾ ആ കോറിൽ, ഒരു അയൺ കോറിൽ ഉണ്ടാവുന്ന കറണ്ടിന്റെ ഷേപ്പ് എഡ്ഡി ഷേപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഫ്ലക്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഈ കോറിൽ എന്ത് ചെയ്യും, എഡ്ഡി കറണ്ട് ഡെവലപ്പ് ചെയ്യും. ഈ എഡ്ഡി കറണ്ട് എന്ത് ചെയ്യും, എനർജി ലോസ് ഉണ്ടാക്കും. അപ്പോൾ എഡ്ഡി കറണ്ടിന് എനർജി ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ കോറിന് പകരം ഈ സിംഗിൾ കോറിന് പല ഷീറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ഷീറ്റും പെയിന്റ് ചെയ്ത് അടുപ്പിച്ച് വയ്ക്കും. അപ്പോൾ തിൻ ലാമിനേറ്റഡ് ഷീറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഇൻസ്റ്റെഡ് ഓഫ് സിംഗിൾ കോർ. അപ്പോൾ ഈ സിംഗിൾ കോറിന് പകരം തിൻ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിക്കാൻ കാരണം ടു റെഡ്യൂസ് ദ എഡ്ഡി കറണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ കഴിയും. And the last one, hysteresis loss. This is due to the repeated magnetization and demagnetization of the iron core and is kept to the minimum by using a magnetic material which has a low hysteresis loss. അതാണ് നമ്മൾ സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കാൻ കാരണം അവിടെ മാഗ്നറ്റൈസേഷൻ ഡിമാഗ്നറ്റൈസേഷൻ നടക്കും. ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഫീൽഡ് മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ മാഗ്നറ്റൈസേഷൻ നടക്കും, ഡിമാഗ്നറ്റൈസേഷൻ നടക്കും. അപ്പോൾ ഈ അയൺ കോർ എന്താവും, മാഗ്നറ്റ് ആവും, തിരിച്ച് ഡിമാഗ്നറ്റൈസേഷൻ നടക്കുമ്പോൾ ഒരുപാട് എനർജി ലോസ് വരും. അപ്പോൾ ഏരിയ കുറവുള്ള ഹിസ്റ്റീരിയസ് ലോസ് കുറവ് മീൻസ് ഏരിയ കുറവുള്ള വളരെ ചെറിയ ലൂപ്പുള്ള ഹിസ്റ്റീരിയസ് ലൂപ്പുള്ള മെറ്റീരിയൽ വേണം എടുക്കാൻ. ഇത് ഏറ്റവും നല്ലത് നമുക്ക് സോഫ്റ്റ് അയൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസിസ്റ്റേഴ്സിന്റെ കോർ സോഫ്റ്റ് അയൺ എന്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ കാരണം. അപ്പോൾ ഇതിലെ എനർജി ലോസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ആ കൺസെപ്റ്റ്സ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുക. അപ്പോൾ ഹൗ ക്യാൻ വി റെഡ്യൂസ് ഹിസ്റ്റീരിയസ് ലോസ് ആൻഡ് ഹൗ ക്യാൻ വി റെഡ്യൂസ് എഡ്ഡി കറണ്ട് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ തിൻ ലാമിനേറ്റ് ഷീറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ വൈ വി ആർ യൂസിങ് തിൻ ലാമിനേറ്റ് ഷീറ്റ്സ് ആർ യൂസ്ഡ് ഇൻ കോർ ഓഫ് എ ട്രാൻസ്ഫോമർ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. ദെൻ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഐ മേലെ തിരിഞ്ഞു വരുന്ന നോക്കുക. 100% എഫിഷ്യൻസിയാണ് ആ ഇക്വേഷൻസ് അങ്ങനെ എഴുതേണ്ടത്. ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. വളരെ എളുപ്പമുള്ള, വളരെ സ്കോറിംഗ് ആയ ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോമേഴ്സ്. ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ആസ്ക് ത്രൂ കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.